ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സങ്കീർത്തനം 63 അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 63 വേഴ്സ് 1. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 63 ഇന്ന് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഒരുക്കുകയാണ്. ദൈവമേ, എൻ്റെ ആത്മാവ് ശൂന്യതയുടെ നടുവിൽ അങ്ങയെ തേടുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വളരെ വലിയ ശൂന്യത, ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ആ ശൂന്യതയെ ഇപ്പോൾ സമർപ്പിക്കുക. എൻ്റെ ശൂന്യതയുടെ നടുവിൽ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, പല വിധത്തിൽ ശൂന്യതകൾ അനുഭവിക്കുന്ന നമ്മൾ, ഒരുപക്ഷെ കുടുംബത്തിലായിരിക്കും, വ്യക്തിബന്ധങ്ങളിലായിരിക്കും, വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കും. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുന്ന ഈ താഴ്വരയിൽ കർത്താവേ, നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. സങ്കീർത്തനം 63:1. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ ശൂന്യത ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടാനാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ വല്ലാണ്ട് ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങൾ അത്രമേൽ ആരെയെങ്കിലുമൊക്കെ പരിഗണിച്ചു, സ്നേഹിച്ചു, നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു, പക്ഷേ തിരിച്ച് ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ച് കിട്ടുന്നത് മുഴുവൻ നഷ്ടങ്ങൾ മാത്രം. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ശൂന്യതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ ആ ശൂന്യതയുടെ നടുവിൽ ആത്മഹത്യ ചിന്ത വരെ കടന്നു വരാം. എന്തിനാണ് ഈ ജീവിതം, ചത്താമതി എന്നൊക്കെ ചിന്തിക്കുന്ന ആത്മഹത്യ പ്രവണത തലയ്ക്കകത്ത് കയറിയിട്ടുണ്ടാവും. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായൊരു കൃപ എൻ്റെ മേൽ ചൊരിയണമേ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, ശൂന്യത നിറയുന്ന താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ്റെ ജീവിതത്തിൽ, ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതമേ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടിക്ക എല്ലാവരും. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുന്ന താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ ആമേൻ. വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ജീവനോട് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ,
എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ ശൂന്യത അനുഭവിക്കുന്ന അനേക മേഖലകളുണ്ട്, വളരെ ഭാരപ്പെടുന്ന അനേക വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ദാഹത്തോടെ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ശൂന്യത നിറയുന്ന ഈ താഴ്വര അനുഭവത്തിൽ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ, ഒരു പുതിയ ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ നിറയണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കണ്ണുകളടച്ച് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ശൂന്യമായ ഏത് ജീവിതാവസ്ഥയെയും സമർപ്പിക്കാം. ഇത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയൊരു സമയമാണ്. നിന്റെ ഉള്ളിലുള്ള നാളുകളായിട്ടുള്ള വളരെ വലിയ ഒരു ശൂന്യത, എംപ്റ്റിനെസ്, കർത്താവെ ഈ ഭാരവുമായി ഞാൻ ജീവിക്കുകയാണ്. കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഇതാ എൻ്റെ അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് എന്നിൽ അത്ഭുതകരമായി ഇടപെടണമേ. ഒരു പുതിയ കൃപ എൻ്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി അൾത്താരിലേക്ക് നോക്കി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുത്താലോ? യെസ്, വെരി ഗുഡ്. എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നേ. ബൈബിളൊക്കെ ഉള്ളവർ ബൈബിൾ എടുക്കുക. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ചില വചനങ്ങളൊക്കെ നമ്മൾ എഴുതി പഠിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഒരുപക്ഷെ ചിലർ വളരെ അവിചാരിതമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടാവും. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഒരു കാര്യം വിശ്വസിച്ചു കൊള്ളുക, എൻ്റെ കർത്താവിന് എന്നോട് എന്തോ പറയാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്റെ കർത്താവിന് നിന്നോട് എന്തോ പറയാനുണ്ട്. പറഞ്ഞു കൊടുത്തേ. നിന്റെ ഭർത്താവിനല്ല, കർത്താവിന്. ഭർത്താവ് എന്തെല്ലാം പറഞ്ഞു ഒന്നും നടന്നിട്ട്. നിന്റെ കർത്താവിന് എന്തോ നിന്നോട് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനം 13 അധ്യായം, അതിൻ്റെ 1-2 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 13, 13 അധ്യായം, അതിൻ്റെ 1-2 തിരുവചനം. ഒരു ചോദ്യമാണ്, ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. ഞാനത് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവെ, എത്ര നാൾ അങ്ങ് എന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപകൽ ഹൃദയവ്യഥ അനുഭവിക്കണം? എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകനായ ദാവീദ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ കണ്ടറിഞ്ഞ് എഴുതി വച്ചിരിക്കുകയാണ്. എത്ര നാൾ കർത്താവേ, എത്ര നാൾ ഞാൻ ഈ ഹൃദയവ്യഥ അനുഭവിക്കണം? എത്ര നാൾ ഞാനിങ്ങനെ സഹിക്കണം? ഇതിവിടെ ഇരിക്കുന്ന നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്ര നാൾ, എത്ര നാൾ? അപ്പോൾ ഇത് സംഭവിക്കുന്ന എന്താ? ഇത് നമ്മുടെ ഉള്ളിൽ വളരെ വലിയ ഒരു ശൂന്യത സൃഷ്ടിക്കും, വളരെ വലിയ ഒരു എംപ്റ്റിനെസ്. നമുക്ക് നമ്മുടെ ജീവിതത്തോട് തന്നെ ഭയങ്കരമായ ഒരു ഭാരം തോന്നിത്തുടങ്ങും. ഈ ഭാരമൊക്കെ തോന്നിത്തുടങ്ങിക്കഴിയുമ്പോഴാണ് ചിലരുടെ തലയ്ക്കകത്ത്
ആത്മഹത്യ ചിന്ത. എൻ്റെ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഇങ്ങനെ വലിയ ഭാരപ്പെട്ട അവസ്ഥ, ശൂന്യത. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ചില സമയങ്ങളിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ആരും തന്നെ യന്ത്രമനുഷ്യരല്ല. നമുക്കെല്ലാവർക്കും വിചാരങ്ങളുള്ളവരാണ്. നമ്മളെല്ലാവരും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ചില കാര്യങ്ങളിൽ വളരെ വലിയ ശൂന്യത അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ശൂന്യത. ഇവിടെ ശൂന്യത അല്ലേ? ശൂന്യത. നമുക്കിങ്ങനെ തോന്നും, എന്നതാ ഈ ജീവിതം, ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യമൊന്നും ഇല്ലെന്നേ. ഇത്ര ഇങ്ങനെ കഷ്ടപ്പെടുക, ഭാരപ്പെടുക, പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, ഭയങ്കര ശൂന്യത തോന്നും. ഞാൻ ഈ അടുത്ത ദിവസം ഒരു വൈദികനെ പരിചയപ്പെട്ടു. വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന വൈദികനാണ്. ഞാൻ ഈ പരിചയപ്പെടുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ ഡിമ്മായിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ഭാരപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എന്താണെന്നറിഞ്ഞുകൂടാ, എൻ്റെ ഉള്ളിൽ ഭയങ്കര ശൂന്യത. അതാണ് അച്ഛൻ പറഞ്ഞ വാക്ക്. എൻ്റെ ഉള്ളിൽ വളരെ വലിയ ശൂന്യത. എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എന്നോട് ചോദിക്കുന്നു, അച്ഛൻ എന്ത് പറ്റി? പക്ഷെ എൻ്റെ അവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. എൻ്റെ ഉള്ളിലെ അവസ്ഥയാണ്. എനിക്കിത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കിക്കാൻ പറ്റും. എന്താണെന്നറിഞ്ഞുകൂടാ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഭയങ്കര ഒരു ഡ്രൈനസ്, ശൂന്യമായ അവസ്ഥ. പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ ചിന്തിച്ചിട്ടും കാണുന്നില്ല. പക്ഷേ എനിക്കെന്താണെന്നറിഞ്ഞുകൂടാ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മുറി തന്നെ ഇങ്ങനെ ഇരിപ്പാം. പുറത്തോട്ടിറങ്ങാൻ തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. മൊത്തത്തിൽ ഭയങ്കര ഒരു ശൂന്യത. ഞാനിത് പറഞ്ഞത് ഒരു വൈദികന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അത്രമേൽ വളരെ തീഷ്ണതയോടുകൂടെ ഓടി നടക്കുന്ന ഒരു വൈദികന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണപ്പെട്ട ജീവിതത്തിൽ ഇത് സാധാരണമായിട്ട് തന്നെ കാണുന്നു. കഴിഞ്ഞിടയ്ക്ക് ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, അച്ഛാ എൻ്റെ തലയ്ക്കകത്ത് ആത്മഹത്യ ചിന്തയാണ്. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു ഉത്തരം ഇത് തന്നെയാണ്. എനിക്ക് അച്ഛാ എന്താണെന്നറിഞ്ഞുകൂടെ, എന്തിനാ ജീവിക്കണേ, എന്ത് ചെയ്യാനാണ്, ഞാൻ വിചാരിച്ച പോലെയൊന്നും ജീവിതം നടന്നില്ല. മൊത്തത്തിൽ വലിയൊരു ഭാരം, ഒരു ശൂന്യത. മറ്റൊരു പെൺകുട്ടിയെ ഈ അടുത്ത നാളുകൾ പരിചയപ്പെട്ടപ്പോൾ ഇവൾ പറഞ്ഞതും ഈ സമാനമായ ഒരു ഉത്തരമാണ്. അപ്പോൾ അവൾ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊക്കെ നിർത്തി വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ പ്രശ്നം, ഇവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു, ആ സ്നേഹബന്ധം തകർന്നുപോയി. അതിനുശേഷം ഇവളുടെ ഉള്ളിൽ വളരെ ഭാരമാണ്. ഇനി ആരെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇനി എനിക്കൊരു ജീവിതമുണ്ടോ, ആരെന്നെ മനസ്സിലാക്കും, 100,000 ചോദ്യങ്ങൾ തലയ്ക്കകത്തിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മനുഷ്യ സാധാരണമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും തെറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ പാപ അവസ്ഥയിലൂടെ പോകുന്നവർക്ക് സംഭവിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിൻ്റെ വളരെ സാധാരണപ്പെട്ട ഒരു നിലപാടാണ് ഏത്? വളരെ വലിയ ശൂന്യത. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 13 ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയണേ, ഒച്ചത്തിൽ പറഞ്ഞ കർത്താവേ, ഒച്ചത്തിൽ പറഞ്ഞ കർത്താവേ, എത്ര നാൾ അങ്ങെന്നെ മറക്കും, എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപകൽ ഹൃദയവ്യഥ അനുഭവിക്കണം? എത്ര നാൾ എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? ഹല്ലേലൂയ. എന്നിട്ട് ഈ സങ്കീർത്തകൻ ഈ ചോദ്യം ചോദിച്ച് ചോദ്യത്തിൽ മാത്രം നിർത്തുകയല്ല, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭാരപ്പെട്ടിരിക്കുന്ന ശൂന്യമായ അവസ്ഥയിലിരിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയുക, ചോദ്യത്തിൽ മാത്രമല്ല, ചോദ്യത്തിന് ഉത്തരമുണ്ട്. 5-ാം തിരുവചനം പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഒച്ചത്തി പറഞ്ഞോ,
സങ്കീർത്തനം സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഹല്ലേലൂയ. അപ്പൊ ഇത് ഒരു ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവുമാണ്. നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഈ ശൂന്യമായ ഭയങ്കരമായ ഒരു ഡ്രൈനസിന്റെ അനുഭവങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ട ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സഭാപ്രസംഗകന്റെ പുസ്തകം, അങ്ങനെ പുസ്തകം ഉണ്ടല്ലോ, ഒന്ന് തുറന്നാലോ, ഒന്ന് കണ്ടുപിടിച്ചേ. സഭാപ്രസംഗകന്റെ പുസ്തകം 2-ാം അധ്യായം 10-11 വചനം ഒന്ന് വായിച്ചാലോ. സഭാപ്രസംഗകൻ, അങ്ങനെ പുസ്തകമുണ്ട്. ആരാണ് സഭാപ്രസംഗന്റെ പുസ്തകം എഴുതിയിട്ടുള്ളത്? ആരെഴുതിയത്? സോളമൻ. 2-ാം അധ്യായം അതിന്റെ 10-11 വചനം ഒന്ന് വായിച്ചാലോ. വായിച്ചോ. എന്റെ നയനങ്ങൾ അപേക്ഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു. ഇത് എന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. സോളമൻ രാജാവ് പറയുവാണ്, നമ്മുടെയൊക്കെ പലരുടെയും ഒരു പ്രതീകം പോലെ അതിന് മനസ്സിലാക്കിക്കൊള്ളണം. ഒന്ന് വായിച്ചാൽ ഒച്ചത്തിൽ വായിക്കാം, എന്റെ കൂടെ പറയണം. എന്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു. ഇതെന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. സോളമൻ രാജാവ് പറയുവാണ്, ദേ എന്റെ നയനങ്ങൾ, ഞാൻ കണ്ണിൽ കണ്ടതെല്ലാം ആസ്വദിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതല്ലേ? അതായത് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുവാണ്, എനിക്ക് ഇന്നത് വേണം, ദേ അത് ഞാൻ ആസ്വദിച്ചു, എനിക്ക് ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്നതും ചെയ്യാവുന്നതും എല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണ തൃപ്തി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. സോളമൻ രാജാവ് പറയുവാണ്, എനിക്ക് ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടി. എൻ്റെ നയനങ്ങൾ ആഗ്രഹിച്ചതൊന്നും, എൻ്റെ കണ്ണുകൾ ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് കൊടുക്കാതിരുന്നിട്ടല്ല, എല്ലാം എനിക്ക് കിട്ടി. ഹല്ലേലൂയാ. ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചോണേ. 11-ാം തിരുവചനം. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. നിരൂപണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ചിന്തിച്ചു, ഞാൻ അതിനൊന്നും കൂടെ ചിന്തിച്ചു. ഞാൻ ഈ കണ്ടതും ചെയ്തതും എല്ലാത്തിനെയും ഞാൻ ഒന്നും കൂടെ ചിന്തിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെ ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സോളമൻ രാജാവ് പറയുവാണ്, ഞാൻ കണ്ണിൽ കണ്ടതെല്ലാം ഞാൻ ആസ്വദിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലായി, സൂര്യന് കീഴെ ഞാൻ എന്തെല്ലാം നേടിയോ, ഞാൻ എന്തെല്ലാം ചെയ്തോ, അതെല്ലാം ശൂന്യമാണ്, അതെല്ലാം മായയാണ്, അതെല്ലാം നഷ്ടമാണ്. ഹല്ലേലൂയ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ കാര്യമാണെന്ന്. നിങ്ങൾ ഇതിനെ കൃത്യമായിട്ട് ജീവിതത്തോട്ട് അപ്ലൈ ചെയ്തു നോക്കൂ. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് സഭാപ്രസംഗന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം വായിച്ചേ. 2-ാം തിരുവചനം 1-ാം അധ്യായം 2-ാം തിരുവചനം. മിഥ്യകളിൽ മിഥ്യ, സകലതും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. കണ്ടോ? 1-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 14. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു. എല്ലാം മിഥ്യയും പാഴ്വേലയുമത്രേ. എല്ലാം മിഥ്യയാണ്,
പാഴ്വേലയാണ്, എല്ലാം മായയാണ്, എല്ലാം ഡെലൂലുവാണ്, അല്ലേ? എല്ലാം മായയാണ്. നമുക്ക് തോന്നും ഡെലൂഷൻ, നമുക്ക് തോന്നും, എന്നാൽ ഇതെല്ലാം മായയാണ്, ഇതെല്ലാം പാഴ്വേലയാണ്. ദേ ബൈബിളിൽ പറഞ്ഞിരിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ നേടാവുന്നതെല്ലാം നേടി, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു, പക്ഷേ ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തതും കണ്ടതും നേടിയതെല്ലാം ഇത് വെറുതെ പാഴ്വേലയാണ്, വല്ലാത്ത ശൂന്യത. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ശൂന്യതയുടെ നടുവിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? എന്താണ് അവസ്ഥ? ഭയങ്കരമായ ഡ്രൈനെസ് തോന്നുന്നു. അങ്ങനെ ഭാരപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ സഭാപ്രസംഗൻ പറയാണ്, സൂര്യന് കീഴെ. എങ്ങനെ? സൂര്യന് കീഴെ ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം വ്യർത്ഥം. സൂര്യന് കീഴെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, സൂര്യന് മുകളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനെയാണ് ദൈവമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, സത്യമായും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നികത്താൻ പറ്റാത്ത ഒരു ദാഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ. സങ്കീർത്തനം 42 ഒന്ന് തുറന്നാലോ? സങ്കീർത്തനം 42 വചനം 1-2 ഒന്ന് വായിച്ചേ. 42-ാം സങ്കീർത്തനം അതിന്റെ 1-2 തിരുവചനം വായിച്ചാലോ? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. കണ്ടോ? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അടുത്ത വചനം, എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. അടുത്ത വചനം, എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു ശൂന്യത ഉണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഓൾവേസ് ദർ ഇസ് ആൻ എംപ്റ്റിനെസ്. നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ട് നിറച്ചാലും നിറയ്ക്കാൻ പറ്റാത്ത ഒരു ശൂന്യത നിന്റെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. ഒരു ശൂന്യത ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഒരു ശൂന്യത നിന്റെ ഉള്ളിലുണ്ട്, അത് നീ അംഗീകരിക്കണം. പറഞ്ഞോ? എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കൊള്ളാം. നിന്റെ ഉള്ളിൽ ഒരു ശൂന്യമായ ഒരു അവസ്ഥയുണ്ടെന്ന്. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടല്ലേ. ഇപ്പം നമ്മൾ ചില പിള്ളേരെ കണ്ടിട്ടില്ല, അവർക്ക് കുറേ ഐസ്ക്രീം അത് കഴിച്ചു, അത് കഴിയുമ്പോൾ കുറേ അത് കഴിച്ചു, പ്രശ്നം തീരുമോ? ഇല്ലെന്ന്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതിനു വേണ്ടിയുള്ളൊരു ദാഹമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അത് നിന്റെ ഹൃദയത്തിൻ്റെ ദാഹമാണ്. ഈ ഹൃദയത്തിൻ്റെ ദാഹം നമ്മളത് കൃത്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ നമുക്കതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, മനുഷ്യരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? മനുഷ്യരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ കുറെ സാധനങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും, അംഗീകാരങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും, സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ ഈ അടുത്ത നാളിലൊരു ഇടവകപ്പള്ളിയിൽ ചെന്ന് അവിടുത്തെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടുന്ന് അടുത്തുള്ള ഈ പള്ളിക്ക് അടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ പള്ളിയിലൊന്നും വരുന്നില്ല, അച്ഛനൊന്ന് പോയി അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുമോ? ഞാൻ പലതവണ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ അടുക്കുന്നില്ല. അച്ഛനൊന്ന് പോയി സംസാരിക്കുക, എന്താ പള്ളി വരാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. അപ്പം ഞാൻ ഈ വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നു. അയാളോട് അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പള്ളിയിലൊന്നും ഇപ്പോൾ പോകുന്നില്ലല്ലോ, പണ്ട് സ്ഥിരം എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആക്റ്റീവായിരുന്ന ഒരാളാണല്ലോ, ഇപ്പം എന്നാ പറ്റി? അച്ഛാ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഈ പള്ളിയിലല്ല, ഞാൻ വേറെ പള്ളിയിൽ പോകുന്നുണ്ട്, ഈ പള്ളി ഞാനിപ്പോൾ പോകാറില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ ചേട്ടാ, ചേട്ടൻ്റെ സ്വന്തം പള്ളിയല്ലേ, എന്ന് മാത്രമല്ല വർഷങ്ങളോളം ആ പള്ളിയിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, അതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ ഇപ്പോഴുണ്ടല്ലോ ആ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ വേറെ പള്ളിയിലാണ് പോകുന്നത്.
ഞാൻ ചോദിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇപ്പൊ വന്ന ഈ വികാരിച്ചനുണ്ടല്ലോ ആള് ശരിയല്ല. ഞാൻ പറഞ്ഞത് എന്താ അങ്ങനെ? ആ വികാരിച്ചൻ വന്ന് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് പൊതുയോഗം വിളിച്ചു കൂട്ടി പള്ളിയിൽ പുതിയ ട്രസ്റ്റി, പുതിയ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്തു. എന്നെ പുറത്താക്കി. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ആ പള്ളിയിലെ ട്രസ്റ്റി, എന്നെ പുറത്താക്കി. എന്നിട്ട് പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു. ശരിയാണോ? അല്ല ശരിയാണോ? എന്നിട്ട് ഈ ചേട്ടൻ എന്നോട് പറയാ, എന്നെ പുറത്താക്കിയ പള്ളിയിൽ ഇനി ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊരു സ്ഥാനമല്ലേ, 12 വർഷം ഇരുന്നല്ലോ, ഇനി പുതിയ ആളുകൾ. അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നെ അപമാനിക്കുന്നു. ഞാൻ ഇനി പള്ളി പോകുന്നില്ല. അപ്പൊ എൻ്റെ ചോദ്യം, ഇത്രയും നാൾ ഇയാൾ എന്തിനാണ് പള്ളി പോയിക്കൊണ്ടിരുന്നത്? പറ ചേട്ടാ, എന്തിനാ പോയിക്കൊണ്ടിരുന്നത്? സ്ഥാനം കിട്ടാൻ. ഞാനാണ് പള്ളിയിലെ ആള്. സ്ഥാനം പോയപ്പോൾ പള്ളി തീർന്നു. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പല പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഇടവകയിൽ ആ ചേട്ടനെ കുറിച്ചാണോ? ആണെങ്കിൽ വെച്ചോ. ഇങ്ങനെ പല പല മേഖലകളുണ്ട്. വേറൊരു പള്ളിയിലെ കേസ് വളരെ രസകരമായിരുന്നു. ആ പള്ളിയിൽ പുതിയതായിട്ട് വന്ന കൊച്ചച്ഛൻ, വികാരിച്ചൻ കൊച്ചച്ഛനെ പാട്ട് സംഘത്തെ ഏൽപ്പിച്ചിരിക്കുക. പാട്ടുകാരുടെ കാര്യം ക്രമീകരിക്കുക. അപ്പോൾ അത് ക്രമീകരിച്ചപ്പോഴത്തേക്കാണ് ആ അച്ഛൻ എന്ത് ചെയ്തു? ആ അച്ഛനും പാട്ടുകാരനാണ്. അവിടെ കുറേ പാട്ടുകാരുണ്ട്. അവരെ പല പല ഗ്രൂപ്പായിട്ട് തിരിച്ചു. അപ്പോൾ ഇത്രയും വർഷങ്ങളായി സ്ഥിരമായി പാടിക്കൊണ്ടിരുന്ന കുറച്ച് പാട്ടുകാരുടെ ഹൃദയം നൊന്തു. ശൂന്യത. പുതിയ ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയും നാളും പാടിക്കൊണ്ടിരുന്നവർ പാട്ട് പരിപാടിയിൽ നിന്ന് പുറകോട്ട് മാറി. ഇപ്പൊ പള്ളി വരുന്നില്ല, പ്രാർത്ഥനയൊക്കെ നിർത്തി. അപ്പൊ ഞാൻ ഇവരെ കണ്ട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ അവഗണിച്ചു. അപ്പൊ ഇത്രയും നാൾ ഇവരെന്തിനാ പള്ളി വന്നുകൊണ്ടിരുന്നത്? പറ. പാട്ടില്ലെങ്കിൽ, പെർഫോമൻസ് ഇല്ലെങ്കിൽ പള്ളിയില്ല, പ്രാർത്ഥനയില്ല. ഈ ഭൂമിയിൽ നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ ഭൂമിയിൽ ഏത് സാധനമാവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, അംഗീകാരമാവട്ടെ, ഏത് കാര്യവും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കയ്യിൽ നഷ്ടപ്പെടും. ആ നമ്മൾ ഉറപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. ഏത് കാര്യവും നമ്മൾ നേടിയെടുക്കുന്നു എന്ന് കരുതുന്ന ഏത് കാര്യവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും. നമ്മൾ ഇതെല്ലാം പിടിച്ചോണ്ടിരിക്കാൻ പോകുന്നവരല്ല. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഏത് തരത്തിലുള്ള ജീവിതാവസ്ഥയാണെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെടും. ആത്യന്തികമായി ഒരു മനുഷ്യന്റെ ഉള്ളിൽ വേണ്ട ജ്ഞാനമെന്ന് പറയുന്ന, ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഈ ദാഹം, ഉള്ളിലുള്ള ദാഹം, അതുകൊണ്ട് മാത്രമേ നിറയപ്പെടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം പരിചയമുള്ളൊരു വചനാണല്ലോ. ഒന്ന് വായിച്ചാലോ? ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 37. യോഹന്നാന്റെ സുവിശേഷം 7:37. ഏതാ വചനം? തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നിട്ട് വായിച്ചോ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നിനക്ക് ദാഹമുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ നിനക്ക് ശൂന്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശൂന്യതയുമായിട്ട് നീ ഇങ്ങനെ അവിടെ ഇരുന്ന് പിണങ്ങിയിരിക്കാനല്ല, വിഷമിച്ചിരിക്കാനല്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനല്ല. മറിച്ച് ഇതാ നിനക്ക് മുമ്പിൽ ജീവജലം, ലിവിങ് വാട്ടർ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പറയുക. നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നിന്റെ ശൂന്യതയ്ക്ക് ഒരു ഉത്തരം കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനം. സമരിയാക്കാരിയായ സ്ത്രീ. ഈ സമരിയാക്കാരിക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? കേട്ടില്ല. ഇപ്പോൾ ഉള്ളത് അതുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭർത്താക്കന്മാരുണ്ട്. ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയുടെ സന്തോഷം കിടക്കുന്നത് ആ മാനദണ്ഡത്തിലാണ്. ഈശോ ആ സ്ത്രീയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം 4-ാം അധ്യായം 13-14 വായിച്ചേ. ചാപ്റ്റർ 4 വേഴ്സ് 13, 13-ാം വചനം. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഹല്ലേലൂയ.
നമ്മൾ ഈ ഭൂമിയിലെ ഏത് കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചോ, അത് സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പണമോ അല്ലേ, പണം സമ്പാദിക്കുന്നവൻ ഇങ്ങനെ ആർത്തി കൂടിക്കൊണ്ടിരിക്കും. സ്ഥലം, ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നി. കാരണം എന്നറിയോ, നിസാരപ്പെട്ട ആളല്ല. ഈ കേരള മണ്ണിൽ ഇയാൾക്ക് ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. ഒരു സമയത്ത് ഇയാൾ ഈ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിച്ച് ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. പക്ഷെ കയ്യിൽ ഇപ്പം 5 നയാ പൈസ ഇല്ല. കാര്യം എന്താണെന്നറിയാമോ? കാര്യം കച്ചവടം ഒന്നും നടക്കണില്ല, ആർക്കും ഒന്നും സ്ഥലം വേണ്ടത്രേ. ഇയാൾ പറയും, എൻ്റെ അച്ഛാ, എൻ്റെ ഒരു തുണ്ട് ഭൂമി വിറ്റുപോയ എൻ്റെ പല കാര്യങ്ങളും നടക്കും, പക്ഷേ ആർക്കും ഇപ്പോൾ ഒന്നും വേണ്ടെന്ന്. സ്ഥലം ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഡെഡ് മണി പോലെ ഇങ്ങനെ കിടക്കുക, പക്ഷെ കയ്യിലൊന്നുമില്ല, ഭയങ്കര ശൂന്യത. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ എൻ്റെ പേരിൽ മേടിച്ചിടുമ്പോൾ ഒരു സന്തോഷം, ഒരു അംഗീകാരം, മറ്റുള്ളവരൊക്കെ എന്നെ പരിഗണിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. കാര്യം ശരിയാണ്, ആധാരം പേപ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, മണ്ണുണ്ട്, പക്ഷേ വീട്ടിലുള്ളവർക്ക് പോലും ഒരു അംഗീകാരമില്ല. വീട്ടിലുള്ള മക്കൾ പോലും ചോദിക്കുന്നു, അപ്പൻ എന്നാ ഉണ്ടാക്കി, ഈ പൈസ, ഈ കയ്യിലൊന്നും 5 പൈസ ഇല്ല, സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിക്കാൻ, കഞ്ഞി കുടിക്കാൻ പൈസ കയ്യിൽ വേണ്ട, ഒന്നുമില്ല. സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ അപ്പൻ മക്കളെ കൊണ്ട് ചൂണ്ടിക്കാണിക്കും, ദേ ഈ സ്ഥലം നിനക്ക്, ആ സ്ഥലം നിനക്ക്, അതും ഇതും പറഞ്ഞിട്ട് എന്ത് കാര്യം? കയ്യിലൊന്നുമില്ല, ശൂന്യത. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിലും തത്തുല്യമായിട്ടുള്ള അനേക ശൂന്യമായ അനുഭവം. അതേതെങ്കിലും ബന്ധ തകർച്ചയായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥമായ അവസ്ഥ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, നിന്റെ ഉള്ളിലുള്ള ശൂന്യത നിറയപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടണം. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നിന്റെ ശൂന്യമായ ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. പറഞ്ഞേ ആമേൻ. നിന്റെ വരണ്ട അവസ്ഥയിൽ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. അതാണ് ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 19-ാം തിരുവചനം വായിച്ചാലോ? ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 43 വേഴ്സ് 19. 43 അതിൻ്റെ 19-ാം തിരുവചനം വായിച്ചോ, ഒച്ചത്തെ വെച്ചോ. നല്ല വചന കേട്ടോ, എഴുതിയെടുത്ത് പഠിച്ചോളൂ. ഈ വചനം ഇന്നത്തെ ഗിഫ്റ്റാണ്, ഇന്ന് നിങ്ങൾ സ്വന്തമാക്കേണ്ട വചനമാണ്. യെശയ്യാ ഐസയാ 43 വേഴ്സ് 19, 19-ാം വചനം വായിച്ചോ. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. കണ്ടോ, ഇതാ അങ്ങനെ എഴുതിയിരിക്കുന്നത്, വെറുതെ എഴുതി വെച്ചിരിക്കുവല്ല. ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഉടനെ നിനക്കായി ഒരു പുതിയ കാര്യം, സംതിങ് ന്യൂ, ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. അത് ഉടലെടുക്കുന്നത്, അത് രൂപപ്പെടുന്നത് നീ അറിയുന്നില്ലേ? വായിച്ച അടുത്ത വചനം. അത് മൊളിയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കണ്ടോ, ഇറ്റ് ഈസ് അഷറൻസ്. ഇതൊരു ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ശൂന്യതയുടെ നടുവിൽ വിഷമിച്ചിരിക്കുന്ന പ്രിയരെ, നിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് ഒരു കാര്യം നിനക്ക് സമ്മാനിക്കുന്നു. ഇതാ, യെസ്, ഇറ്റ് ഈസ് ഫോർ യു. ഇതാ, നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം നിന്റെ ദൈവം ചെയ്യും. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ വിശ്വസിച്ചോണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിനക്ക് വേണ്ടി ദൈവം ഇന്ന് ഒരു പുതിയ കാര്യം ചെയ്യും. പറഞ്ഞു കൊടുത്തേ, നിനക്ക് വേണ്ടി ദൈവം, സന്തോഷത്തോടെ പറ, നിനക്ക് വേണ്ടി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. പറഞ്ഞേ ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. യെസ്, വിശ്വസിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഉയർത്തിയ കരങ്ങൾ ശൂന്യമാണ്. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. എൻ്റെ ഇന്നത്തെ വരണ്ട അവസ്ഥയിൽ, എൻ്റെ ഇന്നത്തെ മരുഭൂമി അനുഭവത്തിൽ, എല്ലാം തീർന്നുവെന്ന് നഷ്ടമായി എന്ന് ചിന്തിക്കുന്ന എൻ്റെ അവസ്ഥയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, വിശ്വസിച്ചോണം കേട്ടോ, വിശ്വസിച്ചോണം. യെസ്, അത് മനസ്സിൽ നമ്മൾ കാണണം, മനസ്സിൽ കാണണം. ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? അത് വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ദൈവമേ,
എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ കർത്താവെ അങ്ങൊരു പുതിയ വഴി തുറക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശൂന്യതയുടെ നടുവിൽ, വരണ്ട അവസ്ഥയുടെ നടുവിൽ, മരുഭൂമി അനുഭവത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ, ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയ്ക്ക് നിങ്ങളോട് അത്രമേൽ സ്നേഹമുണ്ട്. നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ ഇതാ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒരു പുതിയ വഴി കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും. ഒരുപക്ഷെ പല നാളുകളായി നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് തുറക്കപ്പെടാത്തൊരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കും. മനസ്സിലത് കാണണം. കർത്താവെ, ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു. എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഒരുപക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചായിരിക്കും ഭാരം. എത്ര ദൂരം അകലെയുള്ള മക്കളാണെങ്കിലും അവരിൽ കർത്താവ് ഇടപെടും. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചായിരിക്കും, ആ ജീവിത പങ്കാളിയിൽ കർത്താവ് ഇടപെടും. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കിടപ്പ് രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ചായിരിക്കും കർത്താവ് ഇടപെടും. മാനസിക ദുഃഖത്തിൽ നിങ്ങളുടെ വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കുന്നവരെ കുറിച്ചാവും കർത്താവ് ഇടപെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ ഏതെങ്കിലും കോടതി കേസിനെ കുറിച്ചായിരിക്കും, ഒരു പോലീസ് കേസിനെ കുറിച്ചായിരിക്കും, നാട്ടുകാരുമായിട്ടുള്ള വഴക്കിനെ കുറിച്ചായിരിക്കും, സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതയിലായിരിക്കും, അയൽവാസിയോടുള്ളതാവാം, ഇടവകയിലാവാം, നിന്റെ ജോലി സ്ഥലത്താവാം. നീ വിശ്വസിക്കുക, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവര് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഇപ്പോൾ തന്നെ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ശൂന്യതയുടെ നടുവിൽ കർത്താവേ അങ്ങ് പ്രവർത്തിക്കുന്നു. സ്തുതിക്കുന്നു. പോരാ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഹൃദയം തുറന്നു കൈകളടിച്ചേ, കണ്ണടച്ച് കൈയടിച്ചേ. പോരാ, നല്ല കൈയടി, ശക്തിയോടെ. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. My God open a door for me. Yes. യെശയ്യാ പ്രവചനം 22:22. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. കർത്താവെ, ഒരു വഴി എനിക്ക് വേണ്ടി തുറക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. സംതിങ് ന്യൂ, ഒരു പുതിയ കാര്യം ദൈവം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. ചേർന്നു ആമേൻ. പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാദം ചെയ്യാൻ. ചേർന്ന് പാടിയാലോ? പറഞ്ഞാലാരും ആമേൻ, കേട്ടാലാരും ആമേൻ, സംഭവിക്കട്ടെ. കേട്ടാൽ സംഭവിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേ. ജോയൽ പ്രവചനം 2:25. നിന്റെ ജീവിതത്തിൽ നഷ്ടമായ അവസരങ്ങളും വർഷങ്ങളും ബന്ധങ്ങളും സന്തോഷങ്ങളും ദൈവം നിനക്ക് പുനഃസ്ഥാപിക്കും. എഫേസസ് ലേഖനം 2:10. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടട്ടെ. ഈ ഭൂമിയിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ദുഃഖത്തിന്റെ നടുവിൽ, എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള ശൂന്യതയുടെ നടുവിൽ, എന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നതിന്റെ നടുവിൽ, ഞാനൊന്നും നേടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ നടുവിൽ കർത്താവ്, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 28:20. കർത്താവെ, അങ്ങന്റെ കൂടെയുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് ദൈവമേ അങ്ങ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് പ്രധാനം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
ഇവൻ പരമ